എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്ത്യൻ എക്സ്ക്ലൂസീവിൻ്റെ പ്രത്യേക എഡീഷനിലേക്ക് സ്വാഗതം. പലപ്പോഴും പ്രവാസികളുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അവർ കുടിയേറുക എന്നുള്ളതും അവരുടെ കുടുംബക്കാരെ പിന്നെ ആ നാട്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതും. അപ്പോൾ ഇറ്റലിയെ സംബന്ധിച്ചിടത്തോളം കുടിയേറ്റത്തിന് പലപ്പോഴും എളുപ്പമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. പേപ്പറില്ലാതെയൊക്കെ വരാൻ ഏറ്റവും കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ അനുകൂലമായിട്ടുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ ഇന്ന് നമ്മോടുകൂടെ ഈ ഒരു സംഭാഷണം നടക്കുവാൻ വേണ്ടിയിട്ട് നമ്മളുമായിട്ട് സംബന്ധിച്ചിരിക്കുന്നത് സാവിയോ ഡൊമിനിക്കാണ്. അപ്പോൾ സാവിയോ ഡൊമിനിക്കിനെ ഞാൻ പ്രത്യേകം നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുകയാണ്. സാവിയോ ഡൊമിനിക്ക് ഇതിനു മുമ്പ് ഫ്ലൂസിയുടെ സമയത്ത് നമുക്ക് ഒരു ഇൻ്റർവ്യൂ തന്നായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ അഡ്മിനിസ്ട്രേഷൻ വർക്ക്, അതായത് ഇവിടുത്തെ ഈ ഒരു പത്രോണാത്തോ എന്ന് പറയും അല്ലേ, പത്രോണാത്തോ നടത്തുന്ന ഒരാളാണ്. അപ്പം മലയാളികൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം, അതുപോലെ തന്നെ ഇറ്റലിക്കാർക്കും മറ്റുള്ള രാജ്യക്കാർക്കും ഒക്കെ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അപ്പോൾ അദ്ദേഹം ഈ പ്രോസസ്സ് ചെയ്യുന്ന കാര്യങ്ങൾ, പിന്നെ ടാക്സ് ഡിക്ലറേഷൻ, അതുപോലെയുള്ള പല കാര്യങ്ങളും നമ്മളുടെ മലയാളം കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പം സാവിയോ പ്രത്യേകം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പം നമ്മൾ ഈ നാട്ടിൽ നിന്ന് കുടിയേറി പാർക്കുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു പ്രതിഭാസമായിട്ട് മാറുകയാണ്. ഇപ്പം നാട്ടിൽ നിന്നും പല സ്ഥലത്തും ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചെറുപ്പക്കാരില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇതിനെക്കുറിച്ച് എന്താണ് സാവിയോയുടെ അറിവ് വെച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അറിയാമല്ലോ എന്തുമാത്രം ആളുകൾ കേരളത്തിൽ നിന്നൊക്കെ ഇങ്ങനെ വരുന്നു എന്നുള്ളത് ഏകദേശം ഒരു ഐഡിയ ഉണ്ടല്ലോ. അതെ, ഈ റീസെൻ്റ്ലി ഒത്തിരി ലാസ്റ്റ് 2-3 വർഷത്തെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ മറ്റുള്ള വർഷങ്ങളെ അപേക്ഷിച്ച് ഈ ഇറ്റലി അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വരുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പിന്നെ കേരളത്തിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ നമ്പേഴ്സിൽ വളരെ വർധനവുണ്ടായിട്ടുണ്ട്. പ്രധാനപ്പെട്ടതായിട്ട് പറയാനാണെങ്കിൽ ഇപ്പോൾ ഈ റീസെൻ്റ്ലി ഇറ്റാലിയൻ ഗവൺമെൻറ് ഈ ഫ്ലൂസി ദൂമില്ല, അതായത് 2023, 24, 25 വർഷങ്ങളിലേക്ക് ഓൾറെഡി ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഗവൺമെൻറ് വിജ്ഞാപനം ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി 25ലേക്കും ഓൾറെഡി അത് ഗവൺമെൻറ് വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ ഇനി 26 മുതൽ വീണ്ടും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 23, 24 ഓൾറെഡി അതിൻ്റെ വർക്ക് പ്രോസസ്സിങ്ങും നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി 2025 ഏപ്രിലാണ് അതിൻ്റെ ഫ്ലൂസിയുടെ അപേക്ഷ വെക്കേണ്ടത്. ഈ ഫ്ലൂസി എന്ന് പറയുമ്പോൾ 2023 1,36,000 പേർക്കാണ് ഗവൺമെൻറ് ഇറ്റലിയിലേക്കുള്ള പല ഡിപ്പാർട്ട്മെൻറ്റ് പല സെക്ഷനിലോട്ടുള്ള ആൾക്കാരുടെ മാൻ പവർ കുറവുകളുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അപേക്ഷകൾ കൊടുക്കാനായിട്ടുള്ളത്. അതായത് ഈ ഫ്ലൂസി എന്ന് പറയുന്നത് നമ്മളത് ഇതിനു മുമ്പ് പല ഇൻ്റർവ്യൂകളിൽ പറഞ്ഞിട്ടാണ്. അതായത് ഒരു രാജ്യത്ത് അവർക്ക് എന്തുമാത്രം ജോലിക്കാരെ ആവശ്യമുണ്ടെന്ന് അനുസരിച്ച് റെഗുലറായിട്ട് ഇങ്ങോട്ട് കയറി വരുവാൻ വേണ്ടിയിട്ടുള്ളൊരു ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു ഓപ്പൺ പ്രോസസ്സാണ്. അപ്പോൾ ഇവിടെ അനധികൃതമായിട്ട് ഒത്തിരി ക്ലന്തസ്തീനുകൾ, അതായത് പേപ്പറില്ലാത്തവർ വന്നു കൂടുന്നുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് റെഗുലറായിട്ട് ഇവരുടെ ഓരോ സ്ഥലത്തേക്ക് ജോലിയോടുകൂടി വരിക എന്നുള്ളത് ഒരു പ്രോസസ്സാണ്. അപ്പോൾ അത് സാവിയോ പറഞ്ഞത് ശരിയാണ്. 2023, 2024, 25ലേക്കുള്ള ഒരു സ്കീമായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ 2023 എത്രയാണ് 1,36,000 ആൾക്കാരായിരുന്നു. അത് നമ്മൾ കഴിഞ്ഞ ഡിസംബറിലായിരുന്നു. ഡിസംബറിൽ 3 ദിവസങ്ങളിലായിട്ടാണ് ക്ലിക്ക് ഡേ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. ഇതിൻ്റെ അപേക്ഷ ഓൺലൈനിൽ നമ്മൾ ചെയ്തു വെച്ചിട്ട് ആ ദിവസം ഓരോ കാറ്റഗറിക്കുള്ള ദിവസങ്ങളുണ്ട്. ആ കറക്റ്റ് ദിവസത്തിൽ നമ്മൾ ഒരു മത്സരം പോലെയാണ് പോകുന്നത്. കറക്റ്റ് ദിവസം ഇത്ര മണിക്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ 9 മണിക്കായിരിക്കും എല്ലാ ദിവസവും ഇതിൻ്റെ ക്ലിക്ക് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ പ്രിസ്ക്രൈബ്ഡ് ഡേയിൽ അന്ന് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ആ 3 മിനിറ്റ് ഒരു ഉള്ളിൽ കയറി കഴിഞ്ഞാൽ 2 മിനിറ്റിനുള്ളിൽ 3 മിനിറ്റിനുള്ളിൽ കയറി കഴിഞ്ഞാൽ 9 മണി കഴിഞ്ഞിട്ട് കയറി കഴിഞ്ഞാൽ ആ സമയത്തുള്ളവർക്ക് ആ ഒരു പ്രിസ്ക്രൈബ്ഡ് ഒരു ഡാറ്റ ഉണ്ട്, ഒരു നമ്പർ. ആ സമയത്ത് അന്നത് വർക്ക് ചെയ്തില്ലായിരുന്നു. അങ്ങനെയൊക്കെ ഒത്തിരി ആദ്യത്തെ ഫ്ലൂസിയിൽ 2023 ഡിസംബറിൽ ഇറങ്ങിയ ഫ്ലൂസിയിൽ കമ്പ്യൂട്ടർ മറ്റേ ഇന്റർനെറ്റ് സിസ്റ്റം കംപ്ലീറ്റ് ജാമായി പോയത് കാരണം പിന്നീടുള്ള 24 ഇറങ്ങിയപ്പോഴേക്കും അതവർ സോൾവ് ചെയ്തിട്ടുണ്ട്. പുതിയ സിസ്റ്റം കൊണ്ടുവന്നിട്ട് കുറച്ചും കൂടെ ബ്ലോക്ക് ആകാത്ത രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. അതായത് ഇത് നമ്മൾ ഈ 1,36,000 ആളുകൾ എന്ന് പറയുന്നത് 3ആയിട്ടാണ് അവർ തിരിച്ചിരിക്കുന്നത്. അതായത് ലബോറോ സുബോർഡിനാത്തോ നോൺ സ്റ്റജോണാലെ. അപ്പം അതിനകത്താണ് നമ്മുടെ ഈ ഡൊമസ്റ്റിക് ഇതൊക്കെ വരുന്നത്. അത് ഡൊമസ്റ്റിക് നോൺ സ്റ്റജോണാലെ എന്ന് പറയുമ്പോൾ നമ്മൾ ഡൊമസ്റ്റിക് വർക്ക്, ഇവിടെ നമ്മൾ ഇറ്റലിയിലെ ഫാമിലിയിലൊക്കെ വർക്ക് ചെയ്യാൻ വയസ്സായിട്ടുള്ള ആൾക്കാരെ നോക്കാനും അതുപോലെ തന്നെ ഈ നേഴ്സിംഗ് ഹോമില്ല അവിടെ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് ആൾക്കാരെ എടുക്കും. അപ്പോൾ അത് ആ വർഷം ഉണ്ടായിരുന്നത് ലബറത്തോറെ നൈസ് സെത്തോറെ അസിസ്റ്റൻസ് ഫാമിലിയാർ, അതായത് ഏകദേശം
മൊത്തം ഇറ്റലിയിൽ ആ ഒരു വർഷത്തേക്ക് ഇവിടെ ആവശ്യം ഉണ്ടായിരുന്നത് 9,500 പേരാണ് ഇവിടെ കണക്ക്. 9,500 പേരാണ്. 500 അത് ഓരോ പ്രൊവിൻസ് ഓരോ ജില്ലയ്ക്കും ഇത്ര വേക്കൻസി ഇത്രയാണ്. അപ്പോൾ ഇവിടെ ഒരു റൂമിൽ നമുക്കൊരു എത്രയാവും, ഒരു 500-600 പേർക്ക് മൊത്തം കിട്ടത്തുള്ളൂ. അത്രേ ഉള്ളൂ ആ പോസ്റ്റ്. അപ്പം അത് കാരണം ഇത് നമ്മൾ ഈ ഒരു ന്യൂസ് കാണുമ്പോൾ ഇതിനെ പറ്റി വ്യക്തമായിട്ട് അറിയാതെ കണ്ട് നമ്മളുടെ നാട്ടിൽ നിന്നും ഇവിടെയുള്ള ബന്ധുക്കളും ഒക്കെ ആണെങ്കിലും ഇതിൻ്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാതെ കണ്ട് ഇത് എല്ലാവർക്കും കിട്ടുമെന്നുള്ള രീതിയിൽ അപേക്ഷിക്കാനായിട്ട്. പക്ഷേ ഒരു ന്യൂസ് ഇതുപോലെ അല്ലെ ഒരു നിയമങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഈ ഒരു സ്പോൺസർക്ക് വേണ്ട എല്ലാവിധ റിക്വസിറ്റ് ഉണ്ട് അയാൾക്ക്, വാർഷിക വരുമാനം, നമുക്ക് അക്കോമഡേഷൻ ഫെസിലിറ്റി ഇവിടെ ഉണ്ടാകണം, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ഫണ്ടമെൻ്റലി ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റാണെങ്കിൽ മാത്രമേ ഈ അപേക്ഷ കൃത്യസമയത്ത് ഈ കോട്ട ലിമിറ്റേഷനുള്ളിൽ കയറി ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് അപേക്ഷ പരിഗണിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഇപ്പം ഇതിനകത്ത് 680 പേര് എന്താണ് ലവോറോ ഔത്തോണമോ, അതായത് ജോലിക്ക് അല്ല മറ്റേ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ടോ അല്ലേ? അതെ. അങ്ങനെയൊക്കെ ആർക്കെങ്കിലും കിട്ടിയതായിട്ട് അറിയാവോ? അങ്ങനെയുള്ള ലവോറോ ഔത്തോണമോ ഞാൻ ചെയ്ത വർക്കിൽ ആരും അങ്ങനെ വന്നിരുന്നില്ല. പക്ഷെ അതിനകത്ത് ഇവിടെ വേറെ ഏതെങ്കിലും ബിസിനസ് ഫേമുമായിട്ടുള്ള കൊളാബറേഷൻ വേണം ആ സ്ഥാപനം. പിന്നെ അതുപോലെ വരാൻ ഉദ്ദേശിക്കുന്ന ആളിന് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് ഇവിടെ കുറച്ച് പേർക്ക് ജോലി കൊടുക്കാനായിട്ടുള്ള കപ്പാസിറ്റി ഉള്ളവർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള വർക്കുകൾ ഇപ്രാവശ്യം നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ 2 ഫ്ലൂസിലും ചെയ്തിട്ടില്ല. പിന്നെ ലവോറോ സ്റ്റജോണാലെ അതാണ് മെയിനായിട്ട് ഇറ്റലിയിലുള്ളത്. കാരണം അഗ്രികൾച്ചർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എല്ലാ വർഷവും ഗവൺമെൻറ് ഇറക്കുന്നതാണ്. അതിൻ്റെ ഒരു 6 മാസത്തേക്കോ 7 മാസത്തേക്കുള്ള ജോലിക്ക് വരുന്നു. ആ ജോലി കഴിഞ്ഞ് അവർ തിരിച്ചു പോകണമെന്നാണ് നിയമം. പക്ഷേ അതിനകത്ത് ഒരു പോസിബിലിറ്റി തരുന്നുണ്ട്. ഇപ്പോൾ ഒരു സ്റ്റജോണാലെ വർക്കിന് വേണ്ടി ഇപ്പോൾ ഉദാഹരണത്തിന് വേണ്ടി നമ്മൾ ഒരാൾ നാട്ടിൽ നിന്ന് വരുന്നു, അയാൾക്ക് വിസ കിട്ടി വന്നു കഴിഞ്ഞാൽ അയാൾക്ക് 270 ദിവസമാണ് മാക്സിമം ഉള്ള വിസയുടെ കാലാവധി. ഈ വിസയുടെ കാലാവധിക്കുള്ള സമയത്ത് തന്നെ ഇതിന് ശ്രദ്ധിക്കേണ്ട മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഏത് സ്ഥാപനമാണോ അല്ലെങ്കിൽ ഏത് വ്യക്തിയാണോ ഈ ജോലി ഓഫർ ചെയ്യുന്നത് അവർ തന്നെ ഇമിഗ്രേഷൻ ഓഫീസിൽ ഈ ആളിവിടെ ഇറ്റലിയിൽ എത്തിക്കഴിഞ്ഞാൽ അവർ ഈ ഇമിഗ്രേഷൻ ഓഫീസിൽ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെൻറ്റേഷനുമായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ട് ഇവിടുത്തെ വിസയ്ക്ക് വേണ്ടി അപേക്ഷിച്ചതിന് ശേഷം ഇയാളുടെ ഇയാളുടെ വിസ കൺവേർട്ട് ചെയ്ത് സാധാരണ വിസയാക്കാനായിട്ടുള്ള പ്രൊഫഷൻ ഇപ്പോഴും ഉണ്ട്. നേരത്തെ അത് ഇല്ലായിരുന്നു. അപ്പോൾ അവർ തന്നെ തിരിച്ച് നാട്ടിൽ പോയിട്ട് പിന്നെ അടുത്ത സ്റ്റജോണാലേക്ക് വരാമായിരുന്നു. പക്ഷെ ആ പോസിബിലിറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കൊണ്ടുവരുന്ന ഏജൻസിക്കാർ അവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അവർക്ക് മാത്രം കൊണ്ടുവരുന്ന സ്ഥാപനത്തിന് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി വരുന്ന ആളിൻ്റെ അക്കോമഡേഷൻ ഫെസിലിറ്റി, കോൺട്രാക്ട് ഓഫർ ചെയ്തിരിക്കുന്ന കോൺട്രാക്ട്, ഇതെല്ലാം പറഞ്ഞതുപോലെ അദ്ദേഹം വേറൊരാളെ കണ്ടുപിടിച്ചു, ഒരു ദാത്തോറിതി ലവോറോ. അങ്ങനെ ചെയ്യാൻ പറ്റിയല്ല. അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതായത് വരുന്ന ആളുടെ ആരാണോ കൊണ്ടുവരുന്നത് അവർ തന്നെ അവരെ ഈ ജോലി ഓഫ് കൊടുക്കുന്നു. ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വേറൊരു ദത്തോറിതി ലവോറയെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അയാൾ വഴി കൺവേർഷൻ കൊടുക്കും. അപ്പോൾ അങ്ങനെയുള്ള പർപ്പസിന്, അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയാണ് സ്റ്റജോണാലേക്ക് ആൾക്കാർ ഇത്ര പൈസ മുടക്കി വലിയൊരു സംഖ്യയൊക്കെ മുടക്കിയിട്ട് പല ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ 2023-ലെയും 24-ലും, അപ്പോൾ 24-ൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കോട്ട കൂടുതലുണ്ടായിരുന്നു. അതായത് ഏകദേശം 1,51,000 പേര്. ഇത് കഴിഞ്ഞ അത് മാർച്ചിൽ വെച്ചത് അല്ലേ? അത് കഴിഞ്ഞ മാർച്ചിൽ വെച്ചു. അവിടെ മൂന്ന് ദിവസമായിട്ടാണ് അയച്ചത്. ആണല്ലേ? ഓക്കെ. അപ്പോൾ അതിനകത്ത് നോൺ സ്റ്റജോണാലികൾ 10,000 വെച്ചും കൂടുതൽ വന്നു. പിന്നെ 2000 വരുന്ന വർഷം ഇതിലും കൂടുതലാണ്, കൂടുതലുണ്ട്. 1,60,000 വരെ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വീടുകളിലേക്ക് സാധാരണ നമ്മൾ മലയാളികളൊക്കെ സ്പോൺസർ ചെയ്യുന്നത് വീട്ടു വർക്കുകൾ അല്ലെങ്കിൽ പ്രായമായവരെ നോക്കാൻ വേണ്ടിയിട്ടാണ്. അത് 3 വർഷവും 9,500 വെച്ചാണ്. 9,500. അതിനകത്ത് ഒരു നമ്പറിനും മാറ്റമില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇപ്പം ഇതിനെക്കുറിച്ച് നമുക്ക് പറയാം. അതായത് ഈ പൈസ മേടിക്കുന്നതും വെക്കുന്നത്. അപ്പോൾ ഇതിനൊരു സാധാരണ ഇതിനൊരു എത്ര ചിലവ് വരും? അതായത് ഇങ്ങനെ നമ്മളിത് ഈ ഏജൻസിക്കൊക്കെ ഇൻ്റർമീഡിയറി ഇല്ലാതെ നമ്മളിപ്പം നിങ്ങളെപ്പോലുള്ളൊരു സ്ഥാപനം ചെയ്യുകയാണെങ്കിൽ പിന്നെ പ്രാഥമികമായിട്ട് ഒരു മിനിമം കോസ്റ്റ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? മിനിമം കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഇറ്റാലിയൻ നമുക്ക് പരിചയമുള്ള ഒരാൾ നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുന്നു, എനിക്ക് നാട്ടിൽ നിന്ന് ഈ ഫ്ലൂസി വഴി ഒരാൾ ആവശ്യമുണ്ട്, അപ്പോൾ അതിൻ്റെ വർക്ക് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന ഇൻഫർമേഷൻ ഇങ്ങനെയാണ്. ശരിക്കും പറയാൻ നാട്ടിൽ നിന്ന് വരേണ്ട ആളുടെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജ് മാത്രം മതി.
പിന്നെ ഈ സ്പോൺസർ ചെയ്യുന്ന ഇറ്റാലിയൻസിന് വരുന്ന എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഒരു 16 യൂറോയുടെ റവന്യൂ സ്റ്റാമ്പ്, അതായത് ഇവിടുത്തെ മാർക്കത ബോളോ എന്ന് പറയും സ്റ്റാമ്പ്. പിന്നെ വേറെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള വേറൊരു കേസ് എന്ന് പറയുമ്പോൾ അസവറസ്യോനെ വേണം. അതായത് ഈ പേപ്പർ വെക്കുന്ന അതെനിക്കൊന്ന് ഈ 2023 വെച്ചത് ഇതിനകത്ത് അതൊരു കാര്യം പലർക്കും ഇല്ലായിരുന്നു. അതില്ലാതെ കൊണ്ട് കാരണം പിന്നീട് ലിസ്റ്റിൽ പെട്ടവർക്ക് ഇതില്ലാത്തത് കൊണ്ട് വീണ്ടും ഒരു പോസിബിലിറ്റി അവർ കൊടുത്തിരുന്നു. ഈ ഇത്ര ദിവസത്തിൽ 10 ദിവസത്തിനുള്ളിൽ ഈ ഡോക്യുമെന്റേഷനിൽ ഇന്റഗ്രേറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഈ അസവറസ്യോൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്ന ആളിനുള്ള എല്ലാവിധ റെക്യൂസിറ്റീവ് ഉണ്ടെന്നുള്ള ഒരു ഡിക്ലറേഷൻ ഒരു അഡ്വക്കറ്റാ അല്ലെങ്കിൽ ഒരു നോട്ടറിയ അവരുടെ ഈ നോട്ടറി ഒരു ആൽബത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആളായിരിക്കണം. സീലോടുകൂടെ ചെയ്യുന്നു. അതിന് ഏകദേശം ഒരു 150 യൂറോളം കോസ്റ്റ് വരും അറൗണ്ട്. അത് ശരി. കുറച്ച് മേടിക്കും. അവർ സർട്ടിഫൈ ചെയ്ത് അവർ കൊടുക്കുന്ന സ്ഥലം. പക്ഷെ അവർക്ക് എല്ലാ ഡോക്യുമെന്റേഷൻ കണ്ടാൽ മാത്രമേ അവർ ചെയ്തു തരത്തുള്ളൂ. റിസ്ക് ആണ്. സാധാരണ മിനിമം കോസ്റ്റ് അവർക്ക് എടുക്കുന്ന അങ്ങനെ ഒരു 100 യൂറോ അല്ലെങ്കിൽ 150 യൂറോ അസവറസ്യോനെ എന്നുള്ള ഡിക്ലറേഷൻ. എന്നാലും ഈ ഓഫീസ് ഇതിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചിലവ് ഇതെല്ലാം ഈ മാർക്കതി ബോളോ ഇതെല്ലാം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 500 യൂറോ എന്ന് വെക്കുക അല്ലേ? മൊത്തം ചെലവ് 350 യൂറോ വെച്ച് എക്സ്പെൻസ് അത്രേ വരത്തുള്ളൂ. അപ്പം നിങ്ങൾ ഓർക്കുക, അപ്പോൾ ആ പ്രോസസ്സിന് വേണ്ടി 350 പിന്നെ ഇതിൻ്റെ ഇൻ്റർമീഡിയറിയിൽ നിൽക്കുന്ന പലരും ചിലപ്പോൾ ഇതിനകത്ത് പൈസ മേടിച്ചെന്ന് വരാം. അപ്പോൾ അത് ഇപ്പം എൻ്റെ അടുത്ത് തന്നെ ഒരു വ്യക്തി പറഞ്ഞു, അതായത് ആ പ്രദേശത്ത് നിന്ന് ഇപ്പം എവിടെയാണെന്ന് ഞാൻ പറയുന്നില്ല, അപ്പോൾ അത് അവർക്കൊരു ഇതാകട്ടെ. അപ്പോൾ കേരളത്തിലാണ് എപ്പോഴും. അപ്പോൾ ഏകദേശം 10-20 പേരോട് 5 ലക്ഷം രൂപ വെച്ച് മേടിച്ചു. ഇതുവരെയും പേപ്പർ കിട്ടിയിട്ടില്ല. അത് മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ ഇങ്ങനെ മീഡിയേറ്റേഴ്സ് ഉണ്ടാവും. അവരിങ്ങനെ പറയുമ്പോൾ ഇവിടുന്ന് അപേക്ഷ കൊടുത്തതിൻ്റെ റെസീറ്റ് കിട്ടും, ഇത്ര ദിവസത്തിനുള്ളിൽ വിസ കിട്ടുമെന്നൊക്കെ പറയും. അപ്പോൾ ഈ റെസീറ്റ് കൊടുക്കുമ്പോൾ തന്നെ ഇത് ഇവർക്ക് തൃപ്തിയാവും. ഈ പൈസ മുടക്കിയിരിക്കുന്നവർക്ക് വരാൻ പറ്റുമെന്നുള്ള ഈ റെസീറ്റ് കാണുമ്പോൾ തന്നെ തൃപ്തിയാവും. പക്ഷെ അതെല്ലാം ഫേക്ക് ആകാം, വിശ്വസനീയമാണെന്നുണ്ട് ഒത്തിരി ഫേക്ക് ഉണ്ട്. അതായത് ഒറിജിനൽ അല്ലാത്ത റിച്ചകൂത്തകളുണ്ട്. പ്രധാനപ്പെട്ട കേസ് എന്ന് വെച്ചാൽ ഈ വിസയുടെ ആപ്ലിക്കേഷൻ ഫ്ലൂസ് ചെയ്തതിന് നിയമം എന്ന് വെച്ചാൽ നമ്മൾ ഇമിഗ്രേഷൻ ഓഫീസിൽ പോയിട്ട് നേരിട്ട് വാങ്ങിക്കുന്നതല്ല വിസ. നോ ഒബ്ജക്ഷൻ. ഓക്കെ. അത് സൈറ്റിൽ നിന്ന് തന്നെ പ്രിന്റ് ചെയ്തെടുക്കും. അപ്പോൾ അത് കാരണം അതിനകത്ത് ഇവർക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ വളരെ സിമ്പിളാണ്. 2 സെക്കൻഡ് കൊണ്ട് തന്നെ എഡിറ്റ് ചെയ്ത് പേര് മാറ്റിയെടുക്കാം. അതുപോലെ റെസീറ്റിലും മാറ്റാം. അങ്ങനെ ഫേക്കിൽ വീഴുന്നു. അപ്പോൾ ഇനി മുതലെങ്കിലും നമ്മൾ ഇങ്ങോട്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്നവർ, മീഡിയേറ്റേഴ്സ് വഴി ഈ ഏജൻസി വഴി വരാൻ ഉദ്ദേശിക്കുന്നവർ, നമുക്കിപ്പോൾ ഏജൻസിനെ ഒഴിവാക്കണം എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം പലരുടെ അറിവ് വെച്ചിട്ടാണ് ഇവിടെ പലരും വരുന്നത്. അപ്പോൾ അവൻ അതിൻ്റെ ഒരു റിമ്യൂണറേഷൻ എടുക്കും എന്നുള്ളത് ഏതൊരു ബിസിനസ്സിലുമാണ്. അപ്പോൾ അതിപ്പോൾ നിങ്ങളുടെ സൗകര്യം പോലെ. അപ്പോൾ ഇത്രയൊന്നും പൈസ കൊടുത്ത് എടുക്കേണ്ട ഒരു കാര്യം. 10 ലക്ഷം എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ എക്സാജറേറ്റഡ് ആണ് അല്ലേ? തീർച്ചയായിട്ടും അത്രയും പൈസയൊക്കെ വളരെ കൂടുതലാണ്. പിന്നെ വേറെ കേസ് എന്ന് വെച്ചാൽ ഇനി മുതലെങ്കിലും നമുക്കൊരു മീഡിയേറ്റർ ഉണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുക്കുന്നതിന് തെളിവുണ്ടാകണം, റെഫറൻസ് ഉണ്ടാകണം. അതെല്ലാം ശ്രദ്ധിക്കേണ്ട കേസായിരുന്നു. നമുക്ക് തന്നെ ഒത്തിരി സുഹൃത്തുക്കൾ ഇവിടെ വന്നു പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം എനിക്കറിയാവുന്ന ഒരു സ്ത്രീ പുള്ളിക്കാരി നാട്ടിൽ നിന്ന് വന്നതേ ഉള്ളൂ. വന്ന 2 ദിവസമായുള്ളൂ. എൻ്റെ അടുത്ത് പറഞ്ഞാൽ 7 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് അതിൻ്റെ അടുത്ത് ഞാനിവിടെ വന്നു കഴിഞ്ഞിട്ട് പുള്ളിക്കാരി സീസണൽ വിസയ്ക്കാണ് 7 മാസത്തേക്കുള്ള വിസ ജോലിക്കാണ് വന്നത്. അപ്പോൾ ജോലി സ്പോൺസർ ചെയ്ത ഏജൻസി അതായത് ജോലി സ്പോൺസർ ചെയ്ത വ്യക്തി വില്ലിങ് അല്ല, ഇവിടെ വന്നിട്ടുള്ള പ്രോസസ്സിങ് ചെയ്ത് ഡോക്യുമെൻ്റ് ആക്കി കൊടുക്കാൻ വില്ലിങ് അല്ല. അപ്പോൾ ഈ 7 ലക്ഷം 10 ലക്ഷം ഒക്കെ കൊടുത്ത് ചിലർ വരുന്നുണ്ടെങ്കിലും ഏജൻസിക്കാർക്ക് വന്നു കഴിഞ്ഞാൽ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല. മീഡിയേറ്റർ പറഞ്ഞ് നിങ്ങളെ കൊണ്ടുവന്നല്ലോ, അങ്ങനെ ഒഴിവാക്കി. അപ്പോൾ അങ്ങനെയുള്ളവർ ഇവിടെ ടൂറിസ്റ്റ് വിസയിൽ വന്ന പോലെ ആയിപ്പോൾ ഇവിടെ ഡോക്യുമെൻ്റ് ഇല്ലാത്ത ഒരാളുടെ അവസ്ഥയായിപ്പോൾ. ഇതിപ്പോൾ നമ്മളുടെ ഒരു കേസ് എന്നോട് പറഞ്ഞത് നാപ്പോളിയിലാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ അവർക്ക് നുള്ളവസ്ഥ കിട്ടിയിട്ട് അത് നാട്ടിൽ നിന്ന് അവരെ അറിയിക്കുന്നില്ല. അത് നേരായിരിക്കുമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ബ്ലോക്ക് ഉള്ളതായിട്ട് അറിയാവോ? നുള്ളവസ്ഥ കിട്ടിയിട്ടെന്ന് വെച്ചാൽ അങ്ങനെ നുള്ളവസ്ഥ ഓൾറെഡി വന്നവർക്ക് അതിൻ്റെ കോപ്പി അയച്ചു കൊടുത്തു. അതെ, നുള്ളവസ്ഥയുടെ കോപ്പി എന്ന് വെച്ചാൽ നമുക്ക് സൈറ്റിൽ നിന്ന് തന്നെ ഞാനിവിടെ ചെയ്താൽ ഇപ്പോൾ 2024 ഓൾറെഡി ഇപ്പോൾ 2-3 പേർക്ക് നമുക്ക് അല്ല, ഇത് നമ്മുടെ 2023 വെച്ചവരുടെ കാര്യം അതൊക്കെ ഓൾറെഡി കിട്ടിക്കാണിയല്ലോ. ഇപ്പം 2023 ഇപ്പോൾ കുറച്ച് പേരുടെ പ്രോസസ്സിങ് ഇപ്പോഴും കിടപ്പുണ്ട്. പക്ഷെ ചിലരുടെ വിസ അടിക്കാതെ കിടപ്പുണ്ട്. കാര്യം ഇതിന് വെരിഫിക്കേഷൻ ഉണ്ടല്ലോ. ഫേക്ക് വിസ ചെല്ലുന്ന കാരണം അവർ റഫറൻസ് ഉണ്ട്. നമുക്ക് ഏത് ഇമിഗ്രേഷൻ ഓഫീസിൽ നിന്നാണ് നമുക്ക് നുള്ളവസ്ഥ തരുന്നത്, അപ്പോൾ തന്നെ ഒരു
ഒരു കമ്മ്യൂണിക്കേഷൻ കൺസേൺഡ് കൗൺസിലേറ്റിലും ചെല്ലും. ഇന്ന ആൾക്ക് ഒരു ന്യൂളോസ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ എൻ്റെ റെഫറൻസ് വെച്ച് നോക്കുമ്പോഴേക്കും വെരിഫൈ ചെയ്ത് ഓക്കെ ആണെങ്കിൽ മാത്രമേ വിസ അടിക്കത്തുള്ളൂ. ഫേക്ക് ഇതിനകത്തുള്ള കാരണം അങ്ങനെയൊക്കെയാണ് പെൻഡിങ്ങിൽ കിടക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയൊരു ബിസിനസ്സായി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ബിസിനസ്സാണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു ആളോട് 5 ലക്ഷം രൂപ നമ്മൾ ഇതിൻ്റെ പേപ്പർ വെക്കുന്നപ്പം മേടിച്ചു, അത് കഴിഞ്ഞ് 20 പേരോട് 5 ലക്ഷം രൂപ മേടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല പൈസയായില്ലേ? പിന്നെ 1 കോടി രൂപ മിച്ചം പിന്നെ നമുക്ക് പൈസയായി. അപ്പം അത് ചെയ്യുകയെന്ന് പറയുമ്പോൾ അത് ശരിക്കും കബളിപ്പിക്കപ്പെടുകയാണ് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ. അപ്പോൾ അതിങ്ങനെയുള്ള കാര്യത്തിൽ നമ്മൾ മിടുക്കന്മാരാണ് പല ഈ കബളിപ്പിയിരിക്കുന്ന കാര്യത്തിൽ. അപ്പോൾ ഇനി നമ്മളിപ്പോൾ ഇപ്പം ഇങ്ങനെയുള്ളവർക്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സൈറ്റിൽ കയറുക, ഓരോരുത്തരും സൈറ്റിൽ കയറുക എന്ന് തോന്നുന്നു അല്ലേ? അതല്ലേ, ഇതിന് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റത്തില്ല. വെരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്പിഡില്ല, നമുക്ക് നമ്മളുടെ ഈ അപേക്ഷ ചെയ്യണമെങ്കിൽ ഈ ഡിജിറ്റൽ ID വേണമല്ലോ. അപ്പോൾ ഡിജിറ്റൽ ID വെച്ച ആൾക്ക് മാത്രമേ അത് റെഫർ ചെയ്തിട്ട് കറക്റ്റാണോ നോക്കാൻ പറ്റത്തുള്ളൂ. അതല്ലാതെ ഇതിൻ്റെ ഒരു റെസീറ്റ് കണ്ടിട്ട് ഒരിക്കലും ഇത് കറക്റ്റാണോ നോക്കാൻ പറ്റത്തില്ല. അതന്നെ, ഒരാൾക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു റെസിപ്റ്റ് തന്നു അല്ലെങ്കിൽ ഒരെണ്ണത്തിൻ്റെ ഫോട്ടോ കോപ്പി തന്നെന്ന് വിചാരിച്ചുകൊണ്ട് അത് ഒറിജിനൽ ആയിരിക്കണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. കാരണം അതിൻ്റെ ഏറ്റവും മുകളിലിരിക്കുന്ന ഒരു പേരുണ്ടാവും, സർനെയിമും നെയിമും. ആ നെയിമുള്ള ആളുടെ ഡിജിറ്റൽ ID വെച്ചിട്ടാണ് കയറാൻ പറ്റുന്നത്. അപ്പം അയാളെ കണ്ടുപിടിച്ചാൽ മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. മീഡിയേറ്റേഴ്സ് ഇപ്പോഴും റെഫറൻസ് ഉള്ളവർക്ക് മാത്രമേ നമുക്ക് ഇങ്ങോട്ട് വരാനായിട്ട് ശ്രമിക്കാവുള്ളൂ. ഈ ഇത്തരം പൈസ മുടക്ക് വരുമ്പോൾ നമ്മൾ ഒരിക്കലും ചതിക്കപ്പെടരുത്, നമ്മളുടെ പൈസ നഷ്ടപ്പെട്ടു പോകരുത്. അപ്പോൾ നമുക്ക് വിശ്വാസമുള്ളവരുമായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്താലും കുഴപ്പമില്ല. ഇപ്പോൾ ആദ്യമേ അവർ പറഞ്ഞിരുന്നു 90 ദിവസത്തിനകം എല്ലാ പ്രോസസ്സും വളരെ കറക്റ്റായിട്ട് നടക്കുമെന്ന്. പക്ഷേ അങ്ങനെ ഒരു ടൈം ലൈൻ അവർ കീപ്പ് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു അല്ലേ? ഇല്ല, അതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ മിക്ക ഇമിഗ്രേഷൻ ഓഫീസിലേക്കും പ്രധാനപ്പെട്ടതായിട്ട് നാപ്പോളി, റോം, മിലാൻ, ഫിറൻസ്, ഫ്രാൻസ്, അവിടെയൊക്കെ ഇമിഗ്രേഷൻ സ്റ്റാഫുകൾ വളരെ കുറവാണ്. പിന്നെ വേറെ പ്രശ്നം എന്ന് വെച്ചാൽ അപേക്ഷ അയക്കാനായിട്ടുള്ള റെക്വിസിറ്റി കംപ്ലീറ്റ് വെച്ച് അയക്കാത്ത കാരണം എല്ലാ ഓഫീസിൽ നിന്നും ലിസ്റ്റിൽ പെട്ടിട്ടുള്ളവർക്ക് വീണ്ടും കമ്മ്യൂണിക്കേഷൻ വരും. 10 ദിവസത്തിനുള്ളിൽ നമ്മൾക്ക് മിസ്സിംഗ് ഡോക്യുമെൻ്റ് അയച്ചു കൊടുക്കണം. അപ്പം മിസ്സിംഗ് ഡോക്യുമെൻ്റ് നമ്മൾ അയച്ചു കഴിഞ്ഞാലും അവിടെ വീണ്ടും അവർക്ക് വർക്ക് കൂടിയാണ്. അപ്പോൾ അത് കാരണം ഇത് സ്ലോ ആവുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഇപ്പോൾ 2024 വെച്ചത് ഡിസംബർ 31, ഈ വർഷം ഡിസംബർ 31 തീരത്തുള്ളൂ, അതിനെ വിളിച്ച് തീരത്തുള്ളൂ എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ ആദ്യമേ തന്നെ ഒരാൾ നിങ്ങളോട് ചോദിക്കുകയാണ് എനിക്ക് 10 ലക്ഷം അല്ല 5 ലക്ഷം ഉടനെ തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതൊരു തട്ടിപ്പാന്നുള്ളതാണ്. തീർച്ചയായിട്ടും അങ്ങനെ പൈസ മേടിക്കാൻ പാടില്ല. കാരണം വെച്ചാൽ ഒന്നെങ്കിൽ ഈ ഏതെങ്കിലും ഒരു ഏജൻസിക്കാരോ ഒരു മീഡിയേറ്ററോ നമ്മളോട് പറയണത് ഇങ്ങനൊരു അവസരം ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അവരത് മിനിമം അല്ലെങ്കിൽ ന്യായമായിട്ടുള്ളത് അല്ലെങ്കിൽ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതാണ് നമുക്ക് എപ്പോഴും ലോകത്തിനൊരു മാതൃകയായിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആളിവിടെ വന്നു കഴിഞ്ഞോ അല്ലെങ്കിൽ നമുക്ക് വിസ കിട്ടിക്കഴിഞ്ഞോ ഈ ബാക്കിയുള്ള എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതിനകത്ത് ഒരു കുറച്ച് ഇവിടെ മര്യാദയുണ്ടെന്ന് നമുക്ക് പറയാം. അപ്പോൾ അതുകൊണ്ടപ്പം നിങ്ങൾ ഈ പേപ്പറിന് വേണ്ടിയിട്ടൊക്കെ 5 ലക്ഷം 7 ലക്ഷമൊക്കെ മേടിച്ച ആൾക്കാർ നിങ്ങളുടെ തന്നെ ആ മനസ്സൊന്ന് തുറന്ന് ഇതുപോലെ പാവങ്ങൾ, അതായത് പലപ്പോഴും അവർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവരുടെ ഫാമിലിയിലെ ബുദ്ധിമുട്ടുകൾ മുഖാന്തരമാണ് അവർ ഇതുപോലെയുള്ള എമൗണ്ടൊക്കെ തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത്രയും പൈസയൊക്കെ നിങ്ങൾ 10-20 പേരോട് ഒന്നിച്ച് മേടിച്ചിട്ട് നിങ്ങൾക്ക് അവർക്ക് ഒരു പേപ്പർ പോലും കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഒന്ന് ഈ ഞായറാഴ്ചയൊക്കെ പള്ളിയിൽ പോകുന്നതിന് മുമ്പ് ഒന്ന് മനസ്സ് ശുദ്ധിയാക്കുക. തിരിച്ചു കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കുക. അതൊക്കെ ശരിക്കും നമ്മൾ ഇന്ന് ഈ ഞാൻ കാണുന്ന വെച്ചാൽ ഇമിഗ്രേഷൻ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടന്നിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു. അതിലൊത്തിരി പേര് എല്ലാ പ്രാവശ്യം പെട്ടുപോകുന്നു. ഒത്തിരി പേര് അതേ മൊത്തം അതെ നമ്മുടെ ഇമിഗ്രേഷനകത്ത് എപ്പോഴും ചൂഷണം ചെയ്യാന്നുള്ളത്. ഇവിടെ വേറൊരു ഉദാഹരണം ഞാൻ പറയട്ടെ. ഇവിടെ ടൂറിസ്റ്റ് ഇത് പ്രധാനപ്പെട്ടതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ്. കാര്യം നമ്മൾ ഇപ്പോൾ ഇറ്റലിയിലേക്ക് ഈ രീതിയിലല്ലാതെ കൊണ്ട് ടൂറിസ്റ്റ് വിസയിൽ ക്രൊയേഷ്യ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ വഴി വന്നിട്ട് ഇറ്റലിയിലേക്കാണ് മുഴുവൻ പേരും വരുന്നത്, കൂടുതൽ ആൾക്കാരും വരുന്നത്. വന്നിട്ട് ഇവിടെ വന്നിട്ട് ആകെ ഡോക്യുമെൻ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ പ്രൊട്ടക്ഷൻ റിഫ്യൂജി ഈ റെഫ്യൂജി വിസ ചെയ്യുന്നതിന് ഒരു എക്സ്പെൻസും ഇല്ല, വെറുതെ ഒന്നുമില്ല. ബിക്കോസ് നമ്മുടെ പോലീസിൻ്റെ ഹെഡ്ക്വാർട്ടർ ഓഫീസിൽ ചെല്ലുക, അവിടെ ചെന്നിട്ട് നമ്മൾ ഒന്ന് ക്യൂ നിന്ന് കാര്യങ്ങൾ സാധിച്ചെടുക്കുക. പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ എവിടുന്നെങ്കിലും ചോദിച്ച് മനസ്സിലാക്കുക, അല്ലെങ്കിൽ കൂട്ടുകാർക്ക് എന്ത് ചെയ്തിട്ടുള്ളവർക്ക് ഇത് മനസ്സിലാക്കുക. ഇതിൻ്റെ ആവശ്യമുള്ളൂ. അതിന് പകരം ഈ വിസയുടെ വർക്ക് ചെയ്യാൻ വേണ്ടി പോലും നമ്മുടെ മലയാളി സുഹൃത്തുക്കൾ മീഡിയേറ്ററായിട്ട് നിന്നിട്ട് 1500 രൂപ 1000 യൂറോയൊക്കെ കൊണ്ടുപോയി അഡ്വക്കറ്റുമായിട്ട് ടൈപ്പ് ആക്കിയിട്ട് വാങ്ങിച്ചെടുക്കും. ഇത് പല സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞൊരു വീഡിയോയിലൂടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഇതുപോലെ
ഈ ഇങ്ങനെയുള്ള സർവീസ് ചെയ്യുന്ന നമ്മുടെ ചേട്ടനെ പോലുള്ള പലരെയും കൊണ്ട് ചെയ്യും. ഇന്ത്യൻ എക്സ്ക്ലൂസീവ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇമിഗ്രേഷനിൽ പലപ്പോഴും ഇടാറുണ്ട്. അതായത് ഇപ്പോൾ ഈ സാബിയ പറഞ്ഞത് വളരെ ഒരു കാര്യമാണ്. അതായത് ഈ അസീലോ പൊളിറ്റിക്കോ റെഫ്യൂജി ഇൻ്റർനാഷണൽ പ്രൊട്ടക്ഷൻ, അപ്പോൾ ആ ലെവലിലുള്ളവർക്ക്, അതായത് നമുക്ക് നാട്ടിലോട്ട് തിരിച്ചു പോകാൻ പറ്റിയ മേലാത്ത എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് വിസ നമ്മളെ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ വിളിക്കുമ്പോൾ കിട്ടും. അതിന് പോലും 1500 രൂപയൊക്കെ മേടിക്കുന്ന ഭയങ്കര 5 പൈസയുടെ ചിലവില്ലാത്തതാണ്. നമ്മൾ പൊളിറ്റീഷ്യൻ പറയുക എനിക്ക് തിരിച്ചു പോകാൻ മാർഗ്ഗമില്ല, എനിക്ക് എൻ്റെ നാട്ടിലോട്ട് പോകാൻ പറ്റിയില്ല, കടവാണ്, അല്ലെങ്കിൽ നാട്ടിൽ കുടുംബം വളരെ ബുദ്ധിമുട്ടിലാണ്, എന്തെങ്കിലും കാരണങ്ങൾ പറയാം. അപ്പോൾ അതിന് പോലും നിങ്ങൾ പൈസ എന്തെങ്കിലും മേടിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഈ വലിയ മനസ്സിൻ്റെ ഒക്കെ നമ്മൾ പലപ്പോഴും പറയും, കേരളക്കാർ എന്നൊക്കെ പറയും, ഇങ്ങനെയൊക്കെ നിങ്ങൾ മലയാളികളാണ് മേടിക്കുന്നതെങ്കിൽ മറ്റുള്ള രാജ്യക്കാരെ കുറിച്ച് നമുക്ക് വിടാം. പക്ഷേ മലയാളികളൊക്കെ അങ്ങനെയൊക്കെ മേടിക്കുന്നുണ്ടെങ്കിൽ വളരെ നമ്മുടെയൊക്കെ ഇപ്പം ഇതിന് മാത്രം നമ്മൾ വേദപാഠം പഠിക്കുന്നുണ്ട്, ഇതിന് മാത്രം നമുക്ക് ഉപദേശങ്ങളൊക്കെ തരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. അത് ചെയ്യരുത്. ചെയ്യുന്നത് ശരിക്കും മനസാക്ഷിയല്ല, ചെയ്യാൻ പാടില്ല. അപ്പം അതുകൂടാതെ നമുക്കിനി അപ്പം ഈ 23-ലെ 24-ലെയും ഇനി നിങ്ങൾ ഈ പൈസ കൊടുത്തവർക്ക് ഇനിയും വന്നിട്ടില്ല എങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു കുറച്ച് നാളും കൂടെ കാത്തിരിക്കാമെന്ന് തോന്നുന്നു, അല്ലേ? അതെ. അതായത് വളരെ 9 മണിക്കാണ് എല്ലാ ദിവസവും എല്ലാ ഡേറ്റുകളിലും വിസ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ 9 മണി കഴിഞ്ഞിട്ട് 2 മിനിറ്റിനുള്ളിൽ കയറിയവർക്ക് മാത്രമേ കിട്ടാൻ ചാൻസ് ഉള്ളൂ. അതാണ് 2 മിനിറ്റ്. അതായത് 9-ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 9:02-നകം കിട്ടിയവർക്ക് അവർക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ വന്ന് കാണും ഓൾറെഡി, അല്ലേ? അവർക്ക് ഓൾറെഡി കിട്ടാനായിട്ടുള്ള അവരുടെ സൈറ്റിൽ നോക്കിയാൽ വെച്ചാണ്ട് ഡിജിറ്റൽ ഇത് വെച്ച് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ നോ ഒബ്ജക്ഷൻ സ്റ്റാറ്റസ് കാണാം, അല്ലെങ്കിൽ വിസ അതിനകത്ത് തന്നെ നമുക്ക് നോ ഒബ്ജക്ഷൻ. അതിപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരാളുടെ കാണാൻ പറ്റുമോ ഇത് കഴിഞ്ഞിട്ട് സ്റ്റാറ്റസ് പോലെ തന്നെ ആരുടെയെങ്കിലും കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അത് കാണിക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് വരാനുള്ളവർക്ക്, അപ്പോൾ നിങ്ങൾ ഈ ജോലി തരുന്നവരെ പ്രത്യേകം കണ്ടുപിടിക്കുക. അവരുടെ ഡോക്യുമെൻറ്റ്സ് നമ്മളിവിടെ പറഞ്ഞതുപോലെ അതൊക്കെ ഇനി നമ്മൾ ഒരു പക്ഷേ അതിനു മുമ്പായിട്ട് ഒരു പക്ഷേ ചിലപ്പോൾ ഒരു വീഡിയോയും കൊണ്ട് നമ്മൾ ചെയ്തെന്ന് വരും. അപ്പോൾ ഇനി അടുത്തത് വരുന്ന എത്രയാണ്? അടുത്ത 2024-25 മാർച്ചിലാണ് അടുത്തത്. അതിനകത്ത് 1,65,000 പേരുടെ നമ്പേഴ്സ് ഉണ്ട്. പക്ഷേ അതിനകത്ത് തന്നെ ഒത്തിരി കാറ്റഗറി ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇത്രയും വേക്കൻസി അല്ല. ശരിക്കും പറഞ്ഞാൽ ഇത് ഓരോ ഡൊമസ്റ്റിക്, അതായത് ഡൊമസ്റ്റിക് ഫീൽഡിൽ വെറും 9,000 പേരുടെ വേക്കൻസിയേ ഉള്ളൂ. അങ്ങനെ ഓരോ ജില്ലയ്ക്കേ ഉള്ളൂ. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാവർക്കും കിട്ടത്തില്ല. പക്ഷെ പല പ്രാവശ്യമായിട്ട് ചിലപ്പം കിട്ടിയെന്ന് വരും. ഇവിടെ ഞാനിപ്പോൾ ഈ ഇടയിൽ ഒരാളെ പരിചയപ്പെട്ടു. അയാൾ 10 വർഷമായിട്ട് ഇവിടെ പണ്ട് ടൂറിസ്റ്റ് വിസയിൽ വന്നിട്ട് 10 വർഷം കഴിഞ്ഞിട്ടാണ് വിസ കിട്ടി പോകുന്നത്. കാരണം അവരുടെ ഒരു കൊച്ച് ചെറുപ്പമാർന്നപ്പോൾ അവർ പോകുന്നതാണ്. അപ്പോൾ അതിനിപ്പം സ്കൂൾ കഴിഞ്ഞ് അങ്ങനെയൊക്കെയുള്ളൊരു രീതിയിലുണ്ട്. അപ്പം അങ്ങനെ അതൊക്കെ ഒരു ഭയങ്കര ജീവിതത്തിലൊരു വളരെ സഹനത്തിൻ്റെ സമയമായിരിക്കും അതൊക്കെ. പക്ഷേ ജീവിതം രക്ഷപ്പെടാൻ വേണ്ടി പലരും അതൊക്കെ ചെയ്യുന്നു. അതിനോടൊന്നും നമുക്ക് ഒന്നും പറയാനില്ല. ഓരോരുത്തരും അവരവരുടെ ജീവിതം എങ്ങനെയെങ്കിലും സത്യമായ രീതിയിൽ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനിടയ്ക്ക് ചിലർ ഈ ചവിട്ടുന്ന പരിപാടി നിങ്ങളങ്ങ് നിർത്തുകയാണെങ്കിൽ ഒരു കുറച്ച് വളരെ നല്ലതായിരിക്കും. അത് ചെയ്യരുത്. അങ്ങനെ ആ രീതിയിൽ പൈസ ഉണ്ടാക്കുന്ന ഒരു സമ്പ്രദായം സത്യസന്ധമായിട്ട് ന്യായമായിട്ടുള്ള രീതിയിൽ നമുക്ക് അർഹിക്കുന്നത് മാത്രം ചെയ്യുക. അതല്ലാതെ ചെയ്യുന്നവർ ശരിക്കും അത് നിർത്താനായിട്ട് നമ്മൾ താല്പര്യപ്പെടുന്നു. അതല്ലെങ്കിൽ ഇതിനെതിരെ വേറെ രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ വരും. അത് അന്വേഷണത്തിൽ, കാരണം ഇത് തട്ടിപ്പാണെന്ന് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ മൊത്തം അത് അവർ പിന്നെ അതിൻ്റെ കീഴിൽ പിന്നെ ഈ ഗവൺമെൻറ് പോലും ഇത് ഇറക്കുന്ന സമ്പ്രദായം ഇപ്പം തന്നെ ഇവിടെ ഗവൺമെൻറ്റിൽ കംപ്ലൈൻറ്റ് ചെയ്യുന്നിട്ടുണ്ട്. നാപ്പോളിയെ കേന്ദ്രീകരിച്ച് ഒത്തിരി ഫേക്കായിട്ടുള്ളതും പിന്നെ ബിസിനസ് ഭയങ്കര രീതിയിൽ ഇത് നടത്തുന്നതായിട്ട് ഈ മെലോണി ഗവൺമെൻറ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഒരുപക്ഷെ അന്വേഷണം വരാനും ഒക്കെ ചാൻസ് ഉണ്ട്. കാര്യം ന്യൂസുകൾ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇപ്പം നമ്മൾ ഇപ്പം ഇന്ന് തന്നെ എന്നോട് ഒരാൾ വിളിച്ചു ചോദിച്ചു, ചേട്ടാ ഇങ്ങനെ ഒരു ഫ്രൂസിയുടെ ആരെങ്കിലും ഏജൻസികളുണ്ടോ എന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു ഏജൻസിക്ക് നടത്താനുള്ള ഒരു പെർമിഷൻ ഇല്ല ഇവിടെ. കാരണം അത് ഇവിടെ ഇറ്റലിയിൽ പ്രോഹിബിറ്റഡാണ് ഈ ഏജൻസികൾ ഇമിഗ്രേഷൻ്റെ. അപ്പം ഡയറക്റ്റ് നിങ്ങൾ ഇവിടെ അറിയാവുന്ന ആരെങ്കിലുമായിട്ട് സ്പോൺസറെ കണ്ടുപിടിക്കുക. ജോലി ആവശ്യമുള്ള കമ്പനികൾ അല്ലെങ്കിൽ ജോലിക്ക് ആവശ്യമുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് അവരുമായിട്ട് മാത്രമേ ഇത് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി 2024-25 കാര്യം മാത്രമാണ് നമ്മൾ സാബിയോ പറഞ്ഞതുപോലെ 23-ലും 24-ലും കഴിഞ്ഞു. ഇനി അത് കിട്ടാൻ ഇനിയും ചിലപ്പം കിട്ടിയെന്ന് വരാം. അപ്പം ഈ കംപ്ലീറ്റ് പൈസയൊക്കെ മേടിക്കുന്നതിന് മുമ്പ് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ അത് കൊടുത്തവർ കിട്ടിയില്ലെങ്കിൽ തിരിച്ച് മേടിക്കാനോ കുറച്ചെങ്കിലും കൊടുക്കാനൊക്കെ ആയിട്ട് നിങ്ങളെല്ലാവരും ശ്രമിക്കുക. അതല്ലെങ്കിൽ ഇതൊരു വലിയ ചതിയുടെ ഒരു ചരിത്രമായിട്ട് ഒരു അധ്യായമായിട്ട് ചിലപ്പം മാറാൻ സാധ്യതയുണ്ട്. വേറെ എന്താണ് നമുക്ക് ഇവരോട് പറയാനുള്ളത്? അപ്പം ഈ മുമ്പേ പറഞ്ഞതുപോലെ ഈ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു പേപ്പറില്ലാത്തവർക്കാണുള്ള ഒരു വഴിയാണ് ഈ സാബിയോ മുമ്പ് പറഞ്ഞത് അസീലോ
അതിന് ശരിക്കും ഒരു കൊൺസീൽ ഒരു കൺസൾട്ടൻറ്റ് നമുക്കൊരു ഉപദേശം കൊടുക്കാൻ പറ്റില്ല. കാര്യം വരുന്നവരുടെ ഈ തീരുമാനമാണ്. ഈ അസീലോ പൊളിറ്റിക്കോ നമ്മൾ ഇപ്പോൾ ഇന്ത്യക്കെതിരെ ഒരു അഭയാർത്ഥി രാജ്യമല്ല ഇന്ത്യ. ഇന്ത്യയിൽ വരുന്നവർക്ക് ഒരിക്കലും ഇവിടുത്തെ ഗവൺമെന്റ് അത് അനുവദിക്കുന്നില്ല. എന്നാലും നമുക്ക് കൊടുക്കാം. കിട്ടുന്നുണ്ട്, കുറേ പേർ കിട്ടുന്നുണ്ട്. പല കോണ്ടസ്റ്റുകളാണ്. അതായത് ഇപ്പം നമുക്കിപ്പം എന്താണ് റിലീജിയസ് അറ്റാക്ക് ഉണ്ട്. നമ്മുടെ ചില സ്ഥലത്ത് ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള രീതിയിലുള്ള റേഷ്യൽ. പക്ഷേ അങ്ങനെ ഒരു കാര്യമുണ്ട്. അങ്ങനത്തെ പൊളിറ്റിക്കലി ഉള്ള റീസൺ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇറ്റലിയിൽ മാത്രം നിൽക്കാനായിട്ടുള്ള വിസയെ തരത്തുള്ളൂ. അത് കാരണം എല്ലാവരും പറയുന്നത് ഇന്ത്യയിൽ നിന്ന് വരുന്നത് വെച്ചാൽ ഞാൻ വിദ്യാഭ്യാസമുള്ളതായിരുന്നു എനിക്ക്, പക്ഷേ നാട്ടിൽ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ജോലി കിട്ടുന്നില്ല, കുട്ടികളെയും നമ്മുടെ പാരൻസിനെയും നോക്കാനായിട്ടുള്ള സൗകര്യങ്ങളില്ലാത്ത കാരണമാണ് ഇറ്റലിയിലേക്ക് വന്നത്. ആ ഒരു റീസണാണ് ഇപ്പോഴും മെയിനായിട്ട് പറയുന്നത്. പൊളിറ്റിക്കലി ഉള്ള റീസൺ പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് ഇന്ത്യയിലേക്ക് പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വിസയെ തരത്തുള്ളൂ. അത് 5 വർഷം ഇവിടെ നിന്ന് 5 വർഷം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇറ്റാലിയൻ സിറ്റിസൺഷിപ്പ് എടുക്കാനായിട്ടുള്ള ഒരു വഴിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ചിലരിപ്പോൾ അന്നേരം പിന്നെ ഈ നേപ്പാൾ വഴിയൊക്കെ ആയിട്ട് അങ്ങനെ ഇവിടെ നിൽക്കുന്നവർക്ക് പിന്നെ നേപ്പാൾ വഴിയായിട്ട് പോകാൻ പറ്റും. കാര്യം ഇറ്റലിയിൽ നിന്ന് നേരിട്ട് ഇന്ത്യയിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ല. കാര്യം നമ്മുടെ പാസ്പോർട്ട് ഇവിടെ സറണ്ടർ ചെയ്യേണ്ടി വരും. അപ്പം ഞങ്ങളൊക്കെ ഇവിടെ കുറേ വർഷങ്ങളായിട്ട് അപ്പം മലയാളികളുടെ ഒരു സാധീകരണത്തിനും അവരുടെ നന്മയ്ക്കും വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരാണ്. സാവിയോ പ്രത്യേകിച്ച്. സാവിയോയുടെ അടുത്ത് ഒത്തിരി പേര് പല കാര്യങ്ങൾ ഇതിൻ്റെ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. സാവിയോനെക്കുറിച്ച് സാമാന്യം ഒരു നല്ല ഒരു റെപ്യൂട്ടേഷനുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇവിടെ വരിക. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സത്യസന്ധമായ രീതിയിൽ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇന്ത്യൻ എക്സ്ക്ലൂസീവിന് തന്നെ info@indianexclusive.com നിങ്ങൾ എഴുതുകയാണെങ്കിൽ നമ്മൾ റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും ലീഗലായിട്ടുള്ളത്. അപ്പോൾ ഇതിനോടകം തന്നെ പല വീഡിയോകളും നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്നത് 2025 ഫ്ലൂസിയാണ്. അത് മാർച്ചിലാണ് വെക്കുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ ആളെ കണ്ടുപിടിക്കണം. നിങ്ങളുടെ ആരെങ്കിലും കൊണ്ടുവരണമെങ്കിൽ ഇവിടെയുള്ളവർക്ക് തന്നെ പേപ്പറില്ലാത്തവർക്ക് വെക്കാം. അവരോട് ഈ റെക്വസിറ്റുകളൊക്കെ വേണം അല്ലേ? പക്ഷേ എനിക്കൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് സഹായിക്കാൻ കഴിയുന്ന വെച്ചാൽ ഇതിനകത്ത് എൻ്റെ പരിമിതികൾ വെച്ചിട്ടുള്ള അറിവുകൾ പറഞ്ഞു തരാം, അതായത് ഇൻഫർമേഷൻ പറഞ്ഞു തരാം. പക്ഷേ ഞാനൊരിക്കലും ഒരു ഏജൻസി ആയിട്ട് വർക്ക് ചെയ്തില്ല. അതായത് നാട്ടിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഇവിടെയുള്ള മീഡിയേറ്ററുമായിട്ട് ഒരു ടൈപ്പ് ഒരിക്കലും ഞാനത് ചെയ്യത്തില്ല, അങ്ങനെ ചെയ്യുന്നില്ല. അദ്ദേഹം ഒരു പ്രൊഫഷണലാണ്. അതായത് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. ഇപ്പം നിങ്ങൾക്ക് എല്ലാ ലീഗലായിട്ടുള്ള പേപ്പറുകൾ ഉണ്ടെങ്കിൽ അത് കമ്പ്യൂട്ടറിനകത്ത് ഇൻസേർട്ട് ചെയ്യാൻ. കാര്യം ഉദാഹരണത്തിന് കഴിഞ്ഞ പ്രാവശ്യം ഫ്ലൂസി ഇറങ്ങിയപ്പോൾ 2 ഫ്ലൂസിയിൽ എൻ്റെ അടുത്ത് ഏജന്റുമാർ ഇതുപോലെ വന്ന് പേപ്പർ ചെയ്യാവോ, 10 ചെയ്യാവോ, അങ്ങനെ കുറേ പേരുടെ ചെയ്യാവോ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അങ്ങനത്തെ വർക്ക് ചെയ്യത്തില്ല. ലീഗലി ഉള്ള ഒരു സ്പോൺസർ വന്നിട്ട് ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്യും. അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഒരു ബന്ധു എവിടെയെങ്കിലും ജോലി ചെയ്യുന്ന ഒരു മലയാളി ജോലി ചെയ്യുന്ന അയാൾ ഇറ്റാലിയൻ ആരെങ്കിലും സ്പോൺസർ പരിചയമുണ്ടെങ്കിൽ അവർ വന്നിട്ട് ചെയ്യുന്ന അങ്ങനെയുള്ള ലീഗലി ആയിട്ടുള്ള വർക്കുകൾ, പുറത്തുനിന്നുള്ള ഇൻഫർമേഷനുകൾക്ക് നമുക്ക് പറയാവുന്ന രീതിയിൽ എല്ലാവർക്കും പറഞ്ഞു കൊടുത്ത് സഹായിക്കാറുണ്ട്. ചതിയിൽ ആൾക്കാർ പെടാതിരിക്കാനായിട്ടുള്ള ഉപദേശങ്ങളും കാര്യങ്ങളും ഒക്കെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ പ്രവാസ ജീവിതം കുറച്ചുകൂടെ സുഗമമായിട്ട് മുന്നോട്ട് പോകുവാനും നിങ്ങളുടെ ബന്ധുക്കാരുമായിട്ട് അടുത്ത് ജീവിക്കാനുമുള്ള ഒരു ആശ കൊണ്ടാണ് നമ്മളെല്ലാവരും നമ്മളുടെ കുടുംബം രക്ഷപ്പെടുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിലാണ് എല്ലാവരും നാട് വിടുന്നത്. കാരണം നമ്മുടെ നാട് നന്നാവുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ജീവിക്കാമെങ്കിൽ ആരും തന്നെ നമ്മൾ നാട്ടിൽ നിന്ന് പോരത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള രാജ്യത്ത് വന്നിട്ട് പലപ്പോഴും പല കേസുകളിൽ ഹ്യൂമിലിയേഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നുമില്ലാതെ നമുക്ക് സത്യസന്ധമായി ഒരു പേപ്പർ ഇല്ലാതെ ഈ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് നമുക്ക് എവിടെ പോയാലും നമുക്ക് പേപ്പർ ഇല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ എപ്പോഴും നിങ്ങൾ പേപ്പറോട് കൂടി വരാൻ ശ്രമിക്കുക. പിന്നെ കുട്ടികളുമൊക്കെയുള്ള ഫാമിലികൾ എല്ലാം ഉപേക്ഷിച്ച് 5-6 ലക്ഷം കൊടുത്ത് നമ്മുടെ ടൂറിസ്റ്റ് വിസയിൽ വരുന്നവർക്ക് പണ്ടത്തെ പോലെ അത്ര എളുപ്പമല്ല. ഇവിടെ ആകെ ഉള്ളൊരു ഇതാണ് ഈ ഇൻ്റർനാഷണൽ പ്രൊട്ടക്ഷൻ മാത്രമേ ചെയ്യാൻ പറ്റൂ. പിന്നെ ഈ ഗവൺമെൻറ് ഒരിക്കലും ഈ ഇവിടെ ഡോക്യുമെൻ്റ് ഇല്ലാതെ നിൽക്കുന്നവർക്ക് വേണ്ടി റീസെൻ്റ്ലി ഒരു ന്യൂസും കേൾക്കുന്നില്ല. ഈ നമുക്ക് സനത്തോറിയം പോലെ എല്ലാവർക്കും ഡോക്യുമെൻ്റ് കൊടുക്കാനായിട്ട് ചില സമയങ്ങളിൽ 2 മാസത്തേക്ക് ഓപ്പൺ ആക്കി വെക്കില്ല. അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇപ്പോഴില്ല. അപ്പോൾ അത് താമസിയാതെ ഉണ്ടാവും തോന്നുന്നില്ല. അടുത്ത ഗവൺമെൻറ്റും ഈ ഗവൺമെൻറ് തന്നെ ഈ യൂറോപ്യൻ യൂണിയനിലേക്കുള്ള ഇലക്ഷൻ നടന്നപ്പോൾ ഇവർക്ക് തന്നെയാണ് വീണ്ടും മെജോറിറ്റി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഗവൺമെൻറ് തന്നെയായിരിക്കും അടുത്ത വീണ്ടും ഭരണത്തിൽ വരിക. അപ്പോൾ ഇവർ ഇമിഗ്രേഷൻ ഇങ്ങനെ ഈ സനത്തോറിയം പോലുള്ള നിയമങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവർ ഫ്ലൂസി ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇടപെടുകയും അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഇന്നത്തെ ഈ അഭിമുഖം നമ്മളുടെ സൗഹൃദ സംഭാഷണം എന്ന് പറയാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നു. സാവിയോക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. അദ്ദേഹത്തിന് ക്ലയൻറ്റുകളൊക്കെ പുറത്തുണ്ടെങ്കിൽ തന്നെയും
നമ്മൾ പറഞ്ഞ പാടെ പെട്ടെന്ന് ഇത് ചെയ്തു തന്നതിൽ. അപ്പം ഇനിയും ഞങ്ങൾ വീണ്ടും വരും ഇതുപോലെയുള്ള സംശയങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ എക്സ്ക്ലൂസീവിൻ്റെ info@indianexclusive.com നിങ്ങൾ ഇമെയിൽ ചെയ്യുക, ഞങ്ങൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം സാവിയോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഇമിഗ്രേഷൻ്റെ എക്സ്ക്ലൂസീവ് പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ഡിസ്കവറീസ് ഓഫ് ദി വേൾഡ്.